നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. പൂരാടം. ഇവർക്ക് വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നതിന് സാധിക്കും. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചെറിയ തിരിച്ചടികൾ നേരിടാനിടയുള്ള കാലമാണ്. ഇവർക്ക് വരവ് വർദ്ധിക്കും, പക്ഷേ അതിനൊപ്പം തന്നെ ചെലവ് അധികരിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സാധിക്കുന്ന കാലമാണ്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് മറികടക്കും. ബന്ധുജനങ്ങളുമായി നിലനിന്നിരുന്ന അകൽച്ച അവസാനിക്കുക, വ്യവഹാരങ്ങളിൽ നേട്ടങ്ങളുണ്ടാക്കുക. ഏകദേശം പരാജയപ്പെടും എന്നുറപ്പായിരുന്ന ചില വ്യവഹാരങ്ങളിൽ പോലും വിജയിക്കുന്നതിന് ഇവർക്ക് സാധിക്കും. ഔദ്യോഗിക രംഗത്ത് കൂടുതൽ യാത്രകൾ വേണ്ടിവരും. സ്വഭവനം വിട്ടു നിൽക്കാനുള്ള സാധ്യതയാണ് ഈ മാസം ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. സന്താന ലാഭം ഉണ്ടാകുന്ന കാലമാണ്. ചില സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കണം. അവർ മൂലം ആപത്തിൽപ്പെടുന്നതിന് സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാസം ഇവർക്ക് ദേവീഭജനം വളരെ അത്യാവശ്യമാണ്. ഭദ്രകാളിയെ തന്നെയാണ് ഭജിക്കേണ്ടത്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഭദ്രകാളിയുടെ പ്രാർത്ഥനകൾ നടത്തുക. ഭദ്രകാളി അഷ്ടോത്തരം ജപിക്കുക, ഭദ്രകാളി അഷ്ടകം ജപിക്കുക, ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം നൽകി നമസ്കരിക്കുക മുതലായവ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതാണ്.